പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് വാട്സപ്പിൽ വന്ന പുതിയ ഒരു അപ്ഡേറ്റിനെ കുറിച്ചാണ് കേട്ടോ. വളരെ രസകരമായിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് എല്ലാവർക്കും ഉപകാരമായിരിക്കും. എന്തായാലും എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തായാലും ആ അപ്ഡേറ്റ് എന്താണ് കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. വീഡിയോയിലേക്ക് പോകാം. ഞാൻ അതിന് വേണ്ടിയിട്ട് എൻ്റെ ഫോണിലെ വാട്സപ്പ് ഇതുപോലെ ഓപ്പൺ ചെയ്യുകയാണ്. വാട്സപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇവിടെ 3 ഡോട്ട് കാണാൻ സാധിക്കും. നിങ്ങൾക്ക് സാധാരണ അറിയാവുന്ന കാര്യമാണ്. സെറ്റിങ്സ് എടുക്കുക. അപ്പോൾ നമുക്കിവിടെ പുതിയ ഒരു അക്സസിബിലിറ്റി എന്ന് പറയുന്ന ഒരു പുതിയ ഓപ്ഷൻ വന്നത് കാണാൻ സാധിക്കും. നിങ്ങളുടെ വാട്സപ്പിൽ ഇത് കണ്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം വാട്സപ്പ് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ സെറ്റിങ്സ് അപ്ഡേറ്റിൽ കിട്ടുന്നതാണ്. അത് പോയിട്ട് എന്നിട്ടും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സാധാരണ ബീറ്റ വേർഷനിൽ ഈ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ വാട്സപ്പ് ബീറ്റ വേർഷനിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ മാറാം എന്നുള്ളതിനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിക്കാം. നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിൽ കാണാവുന്നതാണ്. ഫേസ്ബുക്കിൽ കാണുന്നവർ യൂട്യൂബിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ആ ലിങ്ക് കാണാൻ സാധിക്കും. എന്തായാലും നമുക്ക് ഈ ആക്സസിബിലിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ആനിമേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. നമ്മളതൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ 2 ഓപ്ഷൻ പുതുതായിട്ട് വന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതിൽ സ്റ്റിക്കർ ഓൺ ചെയ്തിരിക്കുകയാണ്, അത് പോയിട്ട് ഗിഫ്റ്റ്സും ഓൺ ചെയ്തിരിക്കുകയാണ്. ഇത് രണ്ടിലാണ് ഈ അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഫീച്ചർ എന്നുള്ളത് നമുക്കിത് അയച്ചു കൊടുത്ത് നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ആദ്യം ഒരു ഗിഫ്റ്റ്സ് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, നമുക്ക് ഫസ്റ്റ് ഇമോജി കാണാൻ സാധിക്കും, രണ്ടാമത് ഗിഫ്റ്റ്സ് കാണാൻ സാധിക്കും. അങ്ങനെ അവതാർ കാര്യങ്ങളെല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ ഗിഫ്റ്റ്സ് നമ്മൾ എടുത്തതിന് ശേഷം നമ്മളിവിടെ സെർച്ച് ബാറിൽ നമുക്ക് എന്ത് വേണോ നമുക്ക് സെർച്ച് ചെയ്യാം കേട്ടോ. ഡോഗെന്ന് ഞാൻ ഇവിടെ സെർച്ച് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഡോഗിൻ്റെ ഒരുപാട് ഗിഫ്റ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ. ഇതിപ്പോൾ പുതുതായിട്ട് വന്ന ഓപ്ഷനാണ്. ഇതിൽ ഏത് വേണോ നമുക്ക് കൂട്ടുകാർക്ക് ആനിമേഷനോട് കൂടി നമുക്ക് അയച്ചു കൊടുക്കാം കേട്ടോ. ഈ ആനിമേഷൻ എപ്പോഴും പ്രവർത്തിക്കുന്നതാണ്. അതുപോലെ എന്തായാലും നിങ്ങളിതുപോലെ ഏത് മൃഗത്തിൻ്റെ ആയാലും എന്ത് സാധനത്തിൻ്റെ ആയിരുന്നാലും നമുക്കിതുപോലെ ഇവിടെ സെർച്ച് ബാറിൽ നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിൻ്റെ ഗിഫ്റ്റ്സ് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് സ്റ്റിക്കറിലും ഇതുപോലെ ചെയ്യാം കേട്ടോ. സ്റ്റിക്കറിൽ ഞാനിപ്പോൾ ഇവിടെ സ്റ്റിക്കർ എടുത്തതിന് ശേഷം ഇവിടെ സെർച്ച് ബാറിൽ ഗേറ്റ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുകയാണ്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ഗേറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ പിക്ചറുകളും നമ്മുടെ സ്റ്റിക്കറുകളും ഇവിടെ കാണാൻ സാധിക്കും. അതെല്ലാം ഇങ്ങനെ ചലിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ആനിമേഷനായിട്ട് ചലിക്കുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതുപോലെ നമ്മൾ അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കത് ഈ ചലനം എപ്പോഴും കാണും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് കണ്ടോ. ഇതുപോലെ നമുക്ക് കൂട്ടുകാർക്ക് നല്ല നല്ല സ്റ്റിക്കറുകളും ഗിഫ്റ്റ്സുകളും എല്ലാം നമുക്ക് ഇതുപോലെ അയച്ചു കൊടുക്കാൻ പറ്റിയ രീതിയിൽ നമുക്ക് സെലക്ട് ചെയ്ത് അയച്ചു കൊടുക്കാൻ കണക്കിനുള്ള ഒരു നല്ലൊരു അപ്ഡേറ്റാണ് ഇപ്പോൾ വാട്സപ്പ് കൊണ്ടുവന്നിട്ടുള്ളത്. എന്തായാലും നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ നോക്കുക. മറ്റൊരു വീഡിയോയുമായി എത്തുന്നവരെ ഗുഡ് ബൈ. MK ചോയ്സ്.